നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാം. ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചാലും കൂടെ അതങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സ് നമുക്ക് പഴയ പോലെ ആവാം. അതുവരെ എല്ലാവരും ക്ഷമിക്കുക. ഇന്നൊരു പ്രത്യേക വിഷയമാണ്. രുദന്തി ഹരിതാലേന രസേന സമമർദ്ദയൽ താമ്രപത്രപ്രതിൽ പ്രലേപ്യേഷു ദിവ്യം ഭവതി കാഞ്ചന. രുദന്തി ഹരിതാലം. രുദന്തി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് അഴുകണ്ണിയാണെന്ന് പലരും പറയുന്നുണ്ട്. അതല്ല. യഥാർത്ഥ രുദന്തി ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് മിക്കവാറും തന്നെ. എവിടെയെങ്കിലും ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, രണ്ടിൻ്റെയും പ്രവൃത്തി ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് അത് പറഞ്ഞത്. രുദന്തിയും ഹരിതാലവും ചേർത്ത് രുദന്തിയുടെ നീരിടിച്ച് പിഴിഞ്ഞ് ഹരിതാലം കൂടി ചേർത്ത് രസവും ചേർത്ത് എല്ലാം സമമാണ്. നല്ലവണ്ണം പുതിയ കരിങ്കൽ പാത്രത്തിലിട്ട് ഇടിച്ച് നീരെടുത്ത് അരച്ച് ശരിയാക്കിയെടുത്തതിന് ശേഷം ഒരു ചെമ്പ് തകിടിൻ്റെ പുറമെ ഈ സാധനം അങ്ങോട്ട് തേക്കുക, മരുന്ന്. അത് ഒലയിൽ വെച്ച് പഴുപ്പിച്ചെടുത്ത് നോക്കിയാൽ തനി സ്വർണ്ണമായിരിക്കും. അത് നമുക്ക് നാളെ സ്വർണ്ണം ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റില്ല. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഏത് ദിക്കിൽ നിൽക്കുന്ന രുദന്തിയാണ് എടുത്തിട്ട് വരേണ്ടതെന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് രുദന്തി എന്താണ്? അഴുകണ്ണിയാണെന്ന് പറയുന്നുണ്ട്. ചണപത്ര സമം പത്രം സദാംബു ഗണവർഷിതം രുദന്തി ക്ഷുവനാംനായാം സർവ ഈശ്വര്യ പ്രദായിനി എന്ന ആചാര്യൻ പറഞ്ഞിട്ടുമുണ്ട്. അതായത് എപ്പോഴും ചണത്തിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ഒരു ചെടി, അതിൻ്റെ ഇലകളിൽ നിന്ന് ഏത് കാലത്തും 365 ദിവസവും വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയാണ് അഴുകണ്ണി. അഴുകണ്ണി എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ സ്വർണ്ണം ആവില്ല, ചെമ്പായിട്ടാണ് ഇരിക്കും. എന്നിട്ട് പറയും ഇന്ത്യയുടെ ഭാരതീയമായിട്ടുള്ള എല്ലാം മഹാമോശമാണ്, ഇതൊക്കെ വെറുതെ എഴുതി വച്ചിരിക്കുന്നതാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിലുള്ള അഴുകണ്ണി കണ്ടുപിടിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ വരും. ഞാനത് കണ്ടിട്ടുണ്ട്, ഒരു ആചാര്യൻ ചെയ്യുന്നതായിട്ട്. അദ്ദേഹമാണ് എനിക്ക് 2 ശ്ലോകങ്ങളും പറഞ്ഞത്. സിദ്ധവൈദ്യവിധിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഗുണകരമായിരിക്കും. ഓരോ ഔഷധങ്ങളാണെങ്കിലും ഏത് ഔഷധങ്ങളിലാണെങ്കിലും ആചാര്യൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ അതിന് ഗുണം കിട്ടും. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മഹാറാണിക്ക് ഒരു വലിയ വയറുവേദന വന്നു. വയറുവേദന വന്നപ്പം എല്ലാവരും ചികിത്സിച്ച് നോക്കി, രക്ഷപ്പെട്ടില്ല. വേദന സഹിക്കവയ്യാതെ റാണി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞു, മഹാരാജാവിനോട് പറഞ്ഞു, പിന്നെ നമ്മുടെ താമരക്കുളം കൊച്ചുഗോവിന്ദനാശാൻ വലിയ ജ്യോത്സ്യനും ഒക്കെയാണ്, അദ്ദേഹത്തിനെ ഒന്ന് വരുത്തിയാൽ തിരക്കില്ല. അപ്പോൾ രാജാവിന് ഇദ്ദേഹത്തിനെ അറിയാം. ഉടനെ ആളയച്ചു. അദ്ദേഹം വന്ന് നോക്കിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടാതെ പറമ്പിലോട്ട് ഇറങ്ങിപ്പോയി. പറമ്പിലോട്ട് ഇറങ്ങിപ്പോയി. അവിടുന്ന് ഒരു 2-3 ചെടി പറിച്ച് വെറുതെയായിട്ട് കഴുകി വെള്ളമൊക്കെ കുടഞ്ഞു കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് അരിച്ചെടുത്തു. എന്നിട്ട് ആ നീര് പൊക്കിളിലൊഴിക്കാൻ പറഞ്ഞു. ആ അന്തപ്പുരത്തിലേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് രാജാവിനോട് പറയും, അടിയും പോവാണ്, ഒരു 15 മിനിറ്റിനുള്ളിൽ വേദന നിൽക്കുകയാണെങ്കിൽ അടിയന് ആൽത്തറയിലുണ്ടാവും. 15 മിനിറ്റായിട്ടും വേദന നിന്നില്ലെന്നുണ്ടെങ്കിൽ അടിയനെ അന്വേഷിച്ച് ആളയക്കണ്ട എന്ന് പറയും. അദ്ദേഹം വലിയ ജ്യോത്സ്യനും വലിയ വൈദ്യനുമാണെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം രാജാവ് മാർത്ത് ഒന്നും പറഞ്ഞില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാണിയുടെ വേദന മാറി. ഉടനെ ആളയച്ചു. അപ്പോഴത്തെ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, ആൽത്തറയിൽ ഇരിപ്പുണ്ട്. ഉടനെ തിരിച്ചു വന്നു. ഒരോല എടുത്തു, ഒരു ചാർത്തെഴുതി കൊടുത്തു, ഈ ഔഷധം ഉണ്ടാക്കി കഴിക്കുക. ആ ഔഷധം ഉണ്ടാക്കി കുടിച്ച് റാണിക്ക് പിന്നീട് മരണം വരെ രോഗം വന്നിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് തിരിച്ചു പോകുമ്പോൾ ആശാൻ ഒന്നുകൂടെ പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ ചെയ്തത് കണ്ടു, എല്ലാവരും കണ്ടിട്ടുണ്ട്. പറിച്ചുകൊണ്ട് വന്ന ഔഷധം മുക്കൂറ്റിയാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും വേദന വന്നാൽ ഇതുപോലെ മുക്കൂറ്റി കഴിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്താൽ അതൊന്നും മാറില്ല, പിന്നെ എന്നെ കുറ്റം പറയരുത് കേട്ടോ എന്നും പറഞ്ഞിട്ട് പോയി. അതിനൊന്നും ശ്രമിക്കരുത്. കാരണം ഇത് ഔഷധങ്ങൾ എന്തായാലും ആചാര്യന്മാർ
അത് ബുദ്ധിമാനായ വൈദ്യൻ അത് മനസ്സിലാക്കി ചെയ്യേണ്ട രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ രോഗം മാറുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ല മറ്റൊന്നുമല്ല, മറ്റൊരാളത് ചെയ്യുന്നതിന് വിരോധം ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ വിഷയം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആരും നാളെ സ്വർണ്ണം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത്. ഓക്കെ, നമസ്തേ നമസ്തേ. എല്ലാവർക്കും നല്ല ഒരു സുദിനം നേരുന്നു. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്. എൻ്റെ ഫോൺ നമ്പർ 9447352982. പിന്നെ നിങ്ങളെല്ലാവരും ചാനൽ കാണണം, മാന്നാർജി എന്ന ചാനൽ കാണണം. പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കണം. വീണ്ടും കാണാം. നമസ്തേ നമസ്തേ ഒരിക്കൽ കൂടി.